ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കും എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഈ ഉച്ച സമയമാകുമ്പോൾ എല്ലാവരും ടെൻഷനാണ്. എന്താ കറി വെക്കേണ്ടത്, ഒന്നും കറി വെക്കാൻ കിട്ടില്ല, ഭയങ്കര ടെൻഷനാണ്. മക്കളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ് അവർക്ക് എന്താ കറി ആക്കി കൊടുക്കേണ്ടതുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു തക്കാളി അരിച്ചിട്ടുണ്ട്, പിന്നെ ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, എരിവിന് ആവശ്യമായ പച്ചമുളക് ഒന്നര കഷ്ണം എടുക്കുക. സംഭവം ഇത്രയേ വേണ്ടൂ. ഇതാ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി മതി, കുഞ്ഞു തക്കാളി 2 തക്കാളി എടുത്തോ. പിന്നെ ഫ്രൈ പാൻ ഞാനിതാ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 മുട്ടയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചൂടായ ശേഷം അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. ഒന്നും കറി വെക്കാനില്ലെങ്കിൽ എല്ലാവരും സിമ്പിളായിട്ട് മുട്ട പെട്ടെന്ന് വറുത്തെടുക്കലാണ്. അപ്പോൾ മുട്ട വറുക്കുന്നതിൻ്റെ പകരം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതാ ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. മുട്ട വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഈ മുട്ട വറുത്ത പാത്രം കഴുകണമെന്നില്ല, അതിൽ തന്നെ നമുക്ക് വീണ്ടും ആക്കാം. പിന്നെ ഞാൻ ഇവിടെ പാത്രം കഴുകിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എത്ര നിങ്ങൾക്ക് എരിവ് വേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ തക്കാളി ഇറക്കുമ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിന്, അപ്പം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ നേരത്തെ വറുത്തെടുത്ത മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും. എൻ്റെ ചാനലിൽ അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പികൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.